യുടെ ലേക്കർ ഇന്ത്യ എന്ന കമ്പനിക്ക് പ്രവർത്തന അനുമതി ഇല്ലെന്ന് സമ്മതിച്ച് ഓഹരി പങ്കാളി അനീസ് അറയ്ക്കൽ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും ലൈസൻസ് അനുവദിച്ചിരുന്നില്ല. രേഖകളിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ മടക്കി. പിന്നീട് അപേക്ഷ പുതുക്കി നൽകിയതുമില്ല. ഇത്രയും കാലം പ്രവർത്തിച്ചത് നിയമവിരുദ്ധമായാണെന്ന് സമ്മതിച്ച് അനീസിന്റെ വാർത്താക്കുറിപ്പ്. രമ്യാദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. രമ്യ, നേരത്തെ തന്നെ ഈ കമ്പനി അടിമുടി ദുരൂഹതയാണ് എന്ന് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കിയതാണ്. ഒറ്റമുറിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഈ ഓഹരി ഉടമ ഈ കുറിപ്പിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ? ഗൗതം, ഈ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ ഓഹരി പങ്കാളി കൂടിയായിട്ടുള്ള അനീസ് അറയ്ക്കൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നതിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ആദ്യം മുതൽ തന്നെ ഈ ലേക്കർ ഇന്ത്യ എന്നുള്ള സ്ഥാപനം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് ഒപ്പമാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തന അനുമതി ലഭിക്കാതെയാണ്, അതായത് 2023 ഇത്തരത്തിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. പന്തീരങ്കാവിലെ ഒറ്റമുറി ഒരു കെട്ടിടത്തിലാണ് ഈ ഓഫീസ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പക്ഷെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 2023 ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് ആരംഭിക്കുന്നു. ഈ ഒരു പങ്കാളിത്ത സ്ഥാപനമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ അനീസ് അറയ്ക്കലാണ് ഇതിന്റെ ഓഹരി പങ്കാളി ഉള്ളത്. പക്ഷേ ഈ ഓഫീസ്, അതുപോലെ തന്നെ വെയർ ഹൗസ്, ഡിപ്പോ, റീറ്റെയിൽ, ഹോൾസെയിൽ ബിസിനസ്സുകൾ എന്നിവയൊക്കെ ആയിരുന്നു ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തന രീതികളെല്ലാം തന്നെ. പക്ഷേ ഒറ്റമുറി ബിൽഡിംഗിലായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള ആളുകളോട് എല്ലാം അക്കാര്യത്തിലെല്ലാം സംസാരിച്ചപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആരോപണം. കാരണം ഈ സ്ഥാപനം 2023 ആരംഭിച്ചത് മുതൽ തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു, ഇവിടെ ആരും എത്തിയിരുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സമീപത്തുള്ളവരെല്ലാം തന്നെ പറഞ്ഞിരുന്നു. കൂടാതെ തന്നെ ഈ കെട്ടിട ഉടമയായിട്ടുള്ള മുഹമ്മദ് അലിയുടെ മൊഴി പ്രകാരവും 3 വർഷം മുൻപ് ഡോക്ടർ അനീസിനാണ് ഇത്തരത്തിൽ വാടക മുറി നൽകുന്നത്. പക്ഷേ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള മുറി എന്ന നിലയിലൊക്കെ ആയിരുന്നു ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങിയിരുന്നെങ്കിലും പിന്നീട് ഇവിടെ ആരും എത്തിയിരുന്നില്ല എന്നുള്ള മൊഴി തന്നെയായിരുന്നു ഈ കെട്ടിട ഉടമയെ നൽകിയിരുന്നത്. അപ്പൊ ആദ്യഘട്ടം മുതൽ തന്നെ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഓഹരി പങ്കാളിയുടെ മൊഴിയോടുകൂടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവനയോടുകൂടി തന്നെയാണ് ഇത് കൂടുതൽ വ്യക്തമാകുന്നത്. കാരണം ഇത്തരത്തിൽ ഒളവണ്ണ പഞ്ചായത്തിൽ 2023 ഇവർ അപേക്ഷ നൽകി, ലൈസൻസിനായി അപേക്ഷ നൽകിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ അപേക്ഷ തിരിച്ചറിയുകയാണ്. പിന്നീട് ഓക്കെ രമ്യ, വ്യക്തമാണ്. എന്തായാലും ഈ വീണ വിജയന്റെ ഈ കമ്പനിയിൽ അടിമുടി ദുരൂഹതയാണ്. പഞ്ചായത്തിന്റെ പോലും അനുമതി ഇല്ലാതെയാണ് ഈ കമ്പനി പ്രവർത്തിച്ചതെന്ന് ഓഹരി ഉടമ തന്നെ ഇപ്പോൾ കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. കോഴിക്കോട് നിന്നും രമ്യാദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.